കാരണമായി സത്യത്തിന്റെ പേരിലാണെങ്കിലും ഒരു സയ്യിദിനെ വേദനിപ്പിക്കുന്ന രീതി ഇമാം മാലിക് തങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് മഹാനവരുടെ വർത്തമാനം കാണാം. കാരണം ഞാൻ മാലിക്കാണ്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ചെന്നിട്ട് അദാ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അല്ലാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ, സലാം പറയുന്നു നമ്മള്. ഓ നബിയായിട്ടുള്ളവരെ സലാം എന്ന് നാം സലാം പറയുമ്പോൾ സയ്യിദന്മാർ ഖിയാമത്ത് നാൾ വരെയുള്ള ഏതൊരു സയ്യിദുമാവട്ടെ, പ്രായം എത്ര ചെറുതുമാവട്ടെ, സമൂഹത്തിൽ ഒരു നേതൃത്വവും ഇല്ലാതിരിക്കട്ടെ, പക്ഷേ ഹബീബിന്റെ മുന്നിലെത്തിയാൽ, മദീനത്ത് ഹുജറത്തു ശരീഫയുടെ സമീപത്തെത്തിയാൽ, റൗളയുടെ മുന്നിലെത്തിയാൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിൽ അങ്ങ് നിന്നിട്ട് അസ്സലാമു അലൈക യാ ജദ്ദീ, അസ്സലാമു അലൈക യാ ജദ്ദീ, എന്റെ വല്യുപ്പാ സലാം എന്ന് പറയാൻ ആ സയ്യിദന്മാർക്കല്ലേ, ആ കുട്ടികൾക്കല്ലേ സാധിക്കുകയുള്ളൂ. മാലിക്കിന് അത് കഴിയില്ലല്ലോ. അത് വല്ലാത്തൊരു പ്രയോഗമാണ് അല്ലേ? പേരക്കുട്ടികൾ വന്നിട്ട് വല്യുപ്പാന്നൊരു വിളി വിളിക്കുമ്പം ആ വല്യുപ്പാക്കുണ്ടാകുന്ന ഒരു സ്നേഹവും സന്തോഷവും ഉണ്ട്. ഇത് ഖിയാമത്ത് നാള് വരുന്ന സാദാത്തി പരമ്പരയിൽ ഏത് കബീലയാണെങ്കിലും അവർക്കൊക്കെ ആ ബഹുമാനമുണ്ട്. അതുകൊണ്ട് എന്റെ വല്യുപ്പ എന്ന് പറഞ്ഞൊരു സലാം പറയാൻ അവസരം കിട്ടുന്നു അവർക്ക്. നമുക്കത് കിട്ടുകയില്ലല്ലോ മക്കളെ. അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അങ്ങനൊരു വലിയ കണക്ഷൻ അവർക്കുണ്ട്. കുല്ലു നസബിൻ വസബബിൻ യൻഖതിഉ യൗമൽ ഖിയാമ ഇല്ലാ സബബി വനസബി. ഏതൊരു കുടുംബ ബന്ധവും ഏത് കാരണങ്ങൾ ആരുമായി ബന്ധപ്പെടാനും ഉണ്ടായിട്ടുണ്ടോ നിമിത്തങ്ങൾ, അതൊക്കെ ഖിയാമത്ത് നാളിൽ മുറിഞ്ഞു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഇല്ലാ സബബി വനസബി, ഞാനുമായുള്ള കണക്ഷൻ, ഞാനുമായുള്ള ചേർച്ച അത് മുറിയുകയില്ല. എന്റെ മക്കൾ, എന്റെ മക്കളുടെ മക്കൾ, എന്റെ പേരമക്കൾ അവരെന്നോട് ചേരുന്നവരാണ്, ഞാനുമായ ഒരു ബന്ധത്തിലാണ്. അതുകൊണ്ട് എന്റെ അഹ്ലു ബൈത്തിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്, അവരെ നിങ്ങൾ ചീത്ത പറയരുത് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് കൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്നവരോ വഫാത്തായി പോയവരോ ആയ ഒരു സയ്യിദിനെയും ബഹുമാനിക്കണമെന്ന് പറയുന്നവരാണ് നമ്മള്, ചീത്ത പറയരുതെന്ന് പറയുന്നവരാണ് നമ്മള്. എന്നാൽ നമുക്ക് നേതൃത്വം നൽകിയ മഹാന്മാർ, അവരെ കുറിച്ച് വ്യക്തമായ ചിത്രം നമ്മുടെ മുന്നിലുള്ളതിനാൽ പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി നാം സദസ്സ് സംഘടിപ്പിക്കുകയാണ്, അവരെ ആദരിക്കുകയാണ്. അതുവഴി അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുമെന്നും നമ്മൾ വിശ്വസിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ആ നിരക്കെങ്കിലും നമുക്കൊരു ഖബൂലിയത്ത് ലഭിച്ചാൽ, ഇതൊക്കെ നബി തങ്ങൾ മദീനയിൽ നിന്ന് കാണുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മുടെ സദസ്സിലേക്ക് നോക്കുന്നുണ്ട്. നാം ഇവിടെ ചൊല്ലുന്ന സ്വലാത്തുകളും പറയുന്ന സലാമുകളും തിരുഹളറത്തിൽ എത്തിക്കപ്പെടുന്നുണ്ട്. എന്റെ മേൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ, എന്റെ മേൽ ആരെങ്കിലും സലാം പറഞ്ഞാൽ, അത് ദൂരമെന്നാണെങ്കിൽ ബുല്യകത്തോ അതെന്റെ അടുക്കൽ എത്തിക്കപ്പെടും. എന്നാൽ എന്റെ അടുക്കൽ വന്ന് ആരെങ്കിലും പറഞ്ഞാൽ സമീഅ്തു, ഞാനത് കേൾക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിനാൽ നാം ഉള്ളാളം തങ്ങൾ പാപ്പയെ അനുസ്മരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഹസൻ ജബലുൽ ലൈലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ നാം അനുസ്മരിക്കുമ്പോൾ പറയുമ്പോൾ, അവിടുത്തെ പേരുള്ള സദസ്സിൽ വന്നിരിക്കുമ്പോൾ അവിടുത്തെ സദസ്സിലേക്ക് സംഭാവനകളും നേർച്ചകളും നൽകുമ്പോൾ, അവിടുത്തെ തബറുക്കിന്റെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ, ആ ഭക്ഷണം സ്വീകരിച്ചു പോകുമ്പോൾ നബി തങ്ങൾ നോക്കുന്നുണ്ട്.
കാരണം അവിടുത്തെ പേരമക്കളെ പറ്റിയുള്ള വർത്തമാനമാണ്, അവർക്ക് വേണ്ടി സംഘടിപ്പിച്ച സദസ്സാണ്, അവരുടെ പേരിൽ പാകം ചെയ്ത തബറുക്കിന്റെ ഭക്ഷണമാണ്. അതിന്റെയൊക്കെയും പിന്നിൽ ഹബീബിന്റെ പൊരുത്തമുണ്ട്, നബി തങ്ങളുടെ സന്തോഷമുണ്ട് എന്നതിനാൽ ഈ സദസ്സിന്റെ ബഹുമതിയും നമ്മുടെ കൈകളിലുള്ള ഭക്ഷണത്തിന്റെ ബഹുമതിയും നാം കൊടുക്കുന്ന സംഭാവനകളുടെയും സ്വതക്കകളുടെയും സ്ഥാനവും മാനവും കണക്കിലെടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള സദസ്സുകളിലേക്ക് നാം കൂടുതൽ പങ്കാളികളായി കൂടുതൽ ആളുകളെ എത്തിച്ചുകൊണ്ട് സഹകാരികളാവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മുന്നിലുള്ള അല്ലാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളാണ് സാദാത്തീങ്ങളും അതുപോലെ അലിമീങ്ങളുമൊക്കെ. അല്ലാഹുവിന്റെ ചിഹ്നങ്ങൾ, അല്ലാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ നാം ആദരിക്കേണ്ടതാണ്. കാഴ്ചയിൽ ചിലപ്പോൾ അൽഹംദുലില്ലാഹ് ഇനി നമ്മുടെ സദസ്സ് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയും, ദുആവ് നേതൃത്വം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സലാത്തുകൾക്കും ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾക്കും എല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ദുആ വസിയത്തോടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എ.പി. മുഹമ്മദ് മുസ്ലിയാർ ഉസ്താദ് വിളിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നെല്ലിക്കുത്ത് ആരും പേരോട് സ്ഥാനം എത്തിയിട്ടില്ല. ഈ സമയത്താണ് എത്തിയത്. ഇനി ഇങ്ങോട്ട് വരണോ എന്ന് ചോദിച്ചും കൊണ്ട് അവിടുന്ന് വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് എത്തുമ്പോൾ 1 മണിക്കൂർ എങ്ങനായാലും ആകും. അതുകൊണ്ട് നമുക്ക് അസറിൻ്റെ ശേഷം മഗ്‌രിബിൻ്റെ മുമ്പ് നാം യാസീൻ മഖാമിൽ വെച്ച് ഓതി ഇവിടെ വെച്ച് മൗലിദ് നിർവഹിച്ചു. ഇനി കുറച്ച് ദിക്ർ നമുക്ക് ചെല്ലണം. മഹാനായ താജുൽ ഉലമക്ക് മഹാരഥന്റെ പദവി ദറജ ഏറ്റിക്കൊടുക്കണം. അല്ലാഹ് ആത്മാർത്ഥമായിട്ട് നമുക്ക് ദ്വാരക്കണം. നമ്മുടെ പ്രവർത്തകന്മാർ ഇതിലേക്ക് അകമയിഞ്ഞ് സഹായിച്ച നമ്മുടെ മഞ്ചികൾ ബാഹസൻ 3000 രൂപ, ബറക്കത്ത് 1500, അസുഖം മാറാൻ 500 രൂപ, മരിച്ചുപോയവർ കടം വീട്ടാനൊക്കെ 500 രൂപ, മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കാൻ 1000 രൂപ, ലത്തീഫ് 500 രൂപ. ഇങ്ങനെ പലരും ഇതിലേക്ക് സഹായിച്ചവരുണ്ട്. നമ്മുടെ പ്രവർത്തകന്മാർ, ആ കഠിനാധ്വാനം ചെയ്തവർ, അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകണം. അല്ലാഹ് ഇപ്പോൾ ഒരു സഹോദരൻ ഒരു ഭാഗം പെടുന്നനെ കുഴഞ്ഞും കൊണ്ട് കുറ്റിപ്പറമ്പ് ബാപ്പുട്ടിക്ക, അല്ലാഹ് നീ പെടുന്നന നീ ശിഫ നൽകണം. അല്ലാഹ് മൊയ്തീൻകുട്ടി ചേലാമ്പ്ര ക്യാൻസർ രോഗത്തിലായി വിഷമിച്ചിരിക്കുകയാണ്. ഈ സദസ്സിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പെടുന്നന രോഗം നീ ശിഫ നൽകണം. അല്ലാഹ് നമ്മുടെ ഈ അടുത്ത് നമ്മോട് വിട്ടുപിരിഞ്ഞ പലരുമുണ്ട്, പ്രവർത്തകന്മാർ പലരുമുണ്ട്. യൂസുഫ് കഴിഞ്ഞ നമ്മുടെ പരിപാടിക്ക് സജീവമായി പങ്കെടുത്തവർ ഇന്ന് മണ്ണറയിലാണ്. കോയമ്മോർ ഇന്ന് മണ്ണറയിലാണ്. ഇങ്ങനെ നമ്മുടെ ഈ മഹല്ലിൽ മരണപ്പെട്ടവർ, നമുക്ക് ബന്ധപ്പെട്ടവർ, നമ്മുടെ സാധാത്യങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർ, ഈ അടുത്ത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഇമ്പിച്ചിക്കോയത്തങ്ങൾ ജമലുല്ലയിൽ, അവിടത്തേക്ക് നാദാ പ്രാർത്ഥന എത്തിക്കണം. അല്ലാഹ് നമുക്ക് ഈ വാർഷികത്തിന് ഉറൂസിന് പ്രാർത്ഥനക്ക് നേതൃത്വം നൽകിയ നമ്മോട് വിട്ടുപിരിഞ്ഞവർ മഹാനായ സയ്യിദ് ഫദൽ ജമലുല്ലൈലി തങ്ങൾ, അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കണം. അല്ലാഹ് സയ്യിദ് ഫദൽ ജിഫിരി മഹാരഥന്റെ ദറജ ഏറ്റി കൊടുക്കണം. അല്ലാഹ് സയ്യിദ് ഹുസൈൻ ശിഹാബ് ആറ്റക്കോയത്തങ്ങൾ നമ്മുടെ ഉറൂസിനൊക്കെ പങ്കെടുത്തവരാണ്. അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കണം. അല്ലാഹ്
അബൂസ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വകയായിട്ട് 3000 രൂപ ഇതിലേക്ക് നൽകിയിട്ടുണ്ട്.